സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കാര്യം, ഒരു പുതിയ വർഷമൊക്കെ ആയി തുടങ്ങി. അപ്പം നമുക്കിന്നൊരു നമ്മുടെ അതായത് പൊരിപ്പയറ്റത്തിലൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ. അപ്പം ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1-2 പച്ചമുളക്, പിന്നെ കുറച്ച് കരിയാപ്പല. അപ്പോൾ കരിയാപ്പല ഞാൻ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് ഞാൻ ഇച്ചിരി അരിഞ്ഞിട്ടുണ്ട്. 3 സവാളയുടെ ഉള്ളിവടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് സവാളയെന്ന് പറയുമ്പോൾ കനവില്ലാതെ അരിയണം. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് കനവില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് ആ സവാളയൊക്കെ ഒന്ന് നല്ലപോലെ ഞെവിടണം. ആദ്യം നല്ലപോലെ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ അതൊന്ന് ഇളക്കി പിടിപ്പിക്കണം. അതിനുശേഷം വേണം വലിയ എരിവ്. നമ്മൾ പച്ചമുളക് ഒരു പച്ചമുളക് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളൂ, കുറച്ച് കരിയാപ്പല അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല രുചിയാണ്, കാരണം തട്ടുകടകളിലൊക്കെ ഇപ്പോൾ എപ്പോഴും കിട്ടുന്നൊരു സാധനമാണ്. അപ്പം പൊരിപ്പയറ്റത്തിൽ ഏറ്റവും പ്രധാനിയാണ്. അപ്പം നമുക്കിന്ന് അതൊന്നുണ്ടാക്കാം. അപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിയാപ്പലയും കൂടി സവാള തന്നെ ചേർത്ത്, പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത പേസ്റ്റാണ്. അപ്പോൾ ഇനി പിന്നെ ചേർക്കേണ്ടത് നമുക്ക് കുറച്ച് പെരുംജീരകം ചേർക്കണം. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഉപ്പിട്ട് ആദ്യമേ ഇതെല്ലാം ഇളക്കി നമ്മൾ പിടിച്ചതിന് ശേഷം ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഈ ചേരുവകൾ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇനി 2 ഐറ്റം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടിയിരിക്കുന്നത്. വെള്ളം ഇപ്പോൾ ഒന്നും ചേർക്കേണ്ട, കാരണം സവാളയിൽ ആക്ച്വലി വെള്ളം ഉണ്ടല്ലോ. അപ്പം ഉള്ളിവടയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിനി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ കടലമാവാണ്. 1 സ്പൂൺ കടലമാവും മൈദാമാവും കൂടെയാണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഇളക്കി യോജിപ്പിക്കണം, നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കണം. കാരണം ആ ഉള്ളിയെല്ലാം ഇതുമായിട്ട് മിക്സ് ആവണം. അപ്പം ഇതിനകത്ത് വെള്ളം ഉണ്ട്, നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരത്തില്ല. പക്ഷേ നമ്മൾ വേണമെങ്കിൽ അല്പം ഇതെല്ലാം പിടിച്ചു വരുമ്പം വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ, പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. കാരണം സവാളയെ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് വ്യത്യാസമുണ്ട്, അങ്ങനെ ഇച്ചിരി കൂടെ ചേർത്ത് വേണ്ടേ, ഒന്നും കുടയേണ്ടി വന്നില്ല. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാം. ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇരുമ്പെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണയിലുണ്ടാക്കാം, സൺഫ്ലവർ ഓയിലിലുണ്ടാക്കാം. അപ്പം ഞാനിപ്പം സൺഫ്ലവർ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അത് ഒഴിക്കാം, എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടാകണം. ചൂടായ എണ്ണ വേണം ഇത് റെഡിയാക്കി ഇടാൻ, എന്നാലേ ഇത് പെട്ടെന്ന് മുരിഞ്ഞ് വരത്തുള്ളൂ. അപ്പം ദാണ്ടേ കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് നമ്മൾ ആ നടുക്ക വിരൽ കൊണ്ട് ഒരു ചെറിയ ഹോള് പോലെ ഒന്ന് അമർത്തണം. കാരണം എന്തിനാണെന്നറിയാമോ, ഈ ഉള്ളെല്ലാം വേവണം. അതുകൊണ്ടാണ് ഞാൻ ആ തള്ളവിരൽ കൊണ്ടോ നമ്മുടെ ഏത് പ്രസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നടുക്കൊന്ന് ഉള്ളി നല്ലപോലെ ഒതുക്കി പിടിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് പരത്തിയിട്ട് ആ വിരൽ കൊണ്ടൊന്ന് അമർത്തി ഇടണം. കാരണം എന്നാലേ ഉള്ളിലെല്ലാം നല്ലപോലെ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ തിളച്ച എണ്ണയിലോട്ടിടാം. നമുക്കിതിങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് ഒത്തിരി അത് നല്ല തീയിലായിരിക്കണം ഈ എണ്ണ തിളയ്ക്കേണ്ടത്, എന്നാൽ അധികം തീയിലായിരിക്കരുത്. കാരണം ഇത് ഉള്ളെല്ലാം വേകണമെങ്കിൽ കുറച്ച് മീഡിയം തീയായിരിക്കണം. അപ്പം എന്നാൽ തീരെ ലോ ആയി പോവുകയും ചെയ്യരുത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വളരെ സ്ലോയിൽ തന്നെ ഇളക്കി നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ ഇങ്ങനെ എണ്ണയിൽ മുരിഞ്ഞ് വരികയാണ്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ല അതിൻ്റെ പാകമായി നല്ലൊരു മണവുമുണ്ട്. കാരണം ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി പെരുംജീരകമൊക്കെ ചേർത്ത് കരിയാപ്പലയൊക്കെ ചേർത്ത് നമ്മൾ തന്നെ ഇതൊന്ന് തയ്യാറാക്കി കഴിക്കണം. ഏറ്റവും രുചികരമാണ്. നമ്മൾ ഫ്രഷായിട്ടുള്ള എണ്ണയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം തട്ടുകടകളിലൊന്നും ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഏറ്റവും ടേസ്റ്റ്. ഏവർക്കും കഴിക്കാം, ഉള്ളി ആയതുകൊണ്ട്. അപ്പം ഏകദേശമൊക്കെ നമ്മുടെ എണ്ണയിലിങ്ങനെ ഉള്ളിവട ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിനി ദാണ്ട പാകമായിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. വറുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പിന്നെ എണ്ണയൊക്കെ വന്നു പോകാത്തക്ക രീതിയിലൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ്. അങ്ങനെ നമുക്ക് 2 സെറ്റായിട്ട് നമുക്ക് ഈ ഉള്ളിവട ഫുള്ളായിട്ട് നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാം. അപ്പം ഞാൻ ഉള്ളിവട എല്ലാം ഫുള്ളായിട്ട് വറുത്തെടുത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഏറ്റവും രുചികരമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കണം. അപ്പം
ഇത് ഉണ്ടാക്കി ഏറ്റവും രുചിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തതാണ്. ഏറ്റവും രുചികരമാണ്. ഓക്കെ, താങ്ക്സ്.